രാജലക്ഷ്മി, കല്യാണത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് അമ്മ തന്നെ വേണം, അറിയാലോ. നാളത്തെ കോർട്ട് മാർഷൽ കഴിഞ്ഞാലുടൻ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കും. ഓ, നീ കൂടെ ഒപ്പുണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. പ്ലീസ് ഡാ, 2 എപ്പിസോഡ് കൂടി എടുത്തിയാലുള്ളൂ. നാളെ ഞാനും അമ്മയും ഒരുമിച്ച് തറവാട്ടിൽ ലാൻഡ് ചെയ്തിരിക്കും. ഈ കുറിഞ്ഞി, മുത്തച്ഛൻ ഇവിടെ ഇല്ല. അടങ്ങി ഒതുങ്ങിയിരുന്നോളണം. കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടാ. പിള്ളേച്ചാ, അവിടെ ചെന്ന് കോട്ടയടിച്ച് ഓവറാക്കരുത്. അമ്പലത്തിലൊക്കെ ഞാൻ പൊക്കോളാം. എടാ കുട്ടിരാമ, വേഗം കേറ്. അവിടെ കാണാം. ബൈ. സ്റ്റീഫൻ ജിക്ക് ശിക്ഷ വാങ്ങി തന്നിട്ട് നാളെ അവള് പോവാ മോളിലെ കല്യാണം ആഘോഷിക്കാൻ. നാളത്തെ കോർട്ട് മാർഷൽ അവൾ അറ്റൻഡ് ചെയ്ത പിന്നെ இல்ல இந்த ஸ்டீஃபன் உயிரோட இருக்க வரைக்கும் அது நடக்கும்ல. മോളും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ? അമ്മ നാളെ ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോഴേക്കും ഞാൻ റെഡി വിത്ത് ലഗേജ്. ഗുഡ് നൈറ്റ്. മോളെ
പൂജ സഞ്ജയനോടൊപ്പം ഇപ്പൊ ഇങ്ങെത്തും. ആ ഇതാ വന്നല്ലോ. അവച്ചി പൂജ, അന്ന് നീ എന്നെ ഏൽപ്പിച്ച ഒരു സമ്മാനം ഉണ്ടല്ലോ, അത് ഞാൻ തിരിച്ചേൽപ്പിക്കാം. ഈ മരമാക്രിയ എല്ലാം എനിക്ക് തുറന്നു പറയേണ്ടി വന്നു. ശരിക്കും നിങ്ങളാ ഒരുമിക്കേണ്ടത്. പൂജമോളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ലൊരു ബന്ധം ഇവൾക്ക് ഒത്തു വന്നിട്ടുണ്ട്. ഹാപ്പി അല്ലടോ? പിന്നെ ഇനി ഒരു ആയുസ് മുഴുവൻ ഈ മരം കയറി ഞാൻ തന്നെ ചുമക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അല്ല, ഇതെപ്പോ സംഭവിച്ചു? അമ്മായിയപ്പന്റെ വട്ടുപാറത്ത് ഞങ്ങൾക്ക് ഒരുമിക്കാന്ന് വെച്ചാല് ഈ ജന്മം നടക്കില്ല. അതുകൊണ്ട് അമ്മായിയപ്പനെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഷോക്കും കൊടുത്തു. അതോടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി കൊടൈക്കനാലിലേക്ക് പറക്കാൻ പോവുക. അയ്യോ, ഇതെപ്പോ ചാടി? അയ്യോ, വാ മോളെ, വാ. പറക്കൽ എന്ന് പറഞ്ഞ ഇതാ പറക്കല്.